മെയിൻ ബോർഡ് IPOയിൽ സബ്സ്ക്രിപ്ഷന് വന്നിട്ടുള്ള രണ്ട് കമ്പനികളെ ഇന്ന് പരിചയപ്പെടാം. ഒന്ന് APG സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ് ലിമിറ്റഡ്. 1987 സ്ഥാപിതമായ APG സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഒരു ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ്. 2023 സെപ്റ്റംബർ 30 ചെയിൻ അഫിലിയേറ്റഡ് ഹോട്ടൽ റൂം ഇൻവെന്ററിയിൽ 8ാം സ്ഥാനത്താണ് APG സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ് ലിമിറ്റഡ്. ദി പാർക്ക് കളക്ഷൻ, സോൺ ബൈ ദി പാർക്ക്, സോൺ കണക്ട് ബൈ ദി പാർക്ക്, സ്റ്റോപ്പ് ബൈ സോൺ തുടങ്ങിയ ബ്രാൻഡുകൾ ഉൾപ്പെടെ 30 ഹോട്ടലുകളിൽ പ്രവർത്തിക്കുന്നു. റീറ്റെയിൽ ബ്രാൻഡായ ഫ്ലോറിസ് വഴി റീറ്റെയിൽ, ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രിയിലും കമ്പനിക്ക് സാന്നിധ്യമുണ്ട്. കൊൽക്കത്ത, ന്യൂഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, മുംബൈ തുടങ്ങിയ മെട്രോകളിൽ പാൻ ഇന്ത്യ സാന്നിധ്യമുള്ള കമ്പനി ഉയർന്ന ഇടത്തരം വിഭാഗങ്ങളിലായി 30 ഹോട്ടലുകൾ നടത്തുന്നു. കോയമ്പത്തൂർ, ഇൻഡോർ, ഗോവ, ജയ്പൂർ, ജോധ്പൂർ, ജമ്മു, നവി മുംബൈ, വിശാഖപട്ടണം, പോർട്ട് ബ്ലെയർ തുടങ്ങിയ മറ്റ് പ്രധാന നഗരങ്ങളിലുമായി 2298 റൂംസിനെ കമ്പനി പ്രതിനിധീകരിക്കുന്നു. കൂടാതെ 73 ഔട്ട്ലെറ്റുകളുള്ള ഫ്ലോറിസ് എന്ന റീറ്റെയിൽ ബ്രാൻഡിനൊപ്പം 81 റെസ്റ്റോറന്റുകളും ബാറുകളും ഇത് നടത്തുന്നുണ്ട്. സെൻ, സംപ്ലേസ് എൽസ്, ടൻട്ര, റോസി, ഐബാർ, ദ ലെതർ ബാർ, അക്വ തുടങ്ങിയ ബ്രാൻഡുകൾക്ക് കീഴിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2021 ഫിനാൻഷ്യൽ ഇയർ 2023 ഇടയിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 41% CAGR വർദ്ധിച്ചു. കൂടാതെ 2024-27 സാമ്പത്തിക വർഷത്തിനിടയിൽ ഡിമാൻഡ് ഫ്രം ഓപ്പറേഷൻസിൽ 10.6% CAGR ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യൻ റെസ്റ്റോറന്റ് സേവന വ്യവസായം ഫിനാൻഷ്യൽ 2028 10% മുതൽ 12% വരെ CAGR വളരുമെന്ന് കണക്കാക്കപ്പെടുന്നത്. ഇതെല്ലാം കമ്പനിക്ക് ഗുണം ചെയ്തേക്കാം. കമ്പനിയുടെ SWOT അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിൽ ആദ്യം വരുന്നത് തന്നെ 55 വർഷത്തെ അനുഭവ പരിചയമുള്ള കമ്പനി നിരവധി അവാർഡുകളെല്ലാം കരസ്ഥമാക്കിയ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സെഗ്മെന്റുകളിൽ എമർജിംഗ് സിറ്റീസിലും മെട്രോസിലുമായിട്ട് 30 ഓൺഡ് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അതുകൂടാതെ 13 ലീസ്ഡ് ഹോട്ടൽസും കമ്പനിക്കുണ്ട്. തിരഞ്ഞെടുത്ത ലിസ്റ്റ് ചെയ്ത ഹോട്ടൽ കമ്പനികളുടെ ശരാശരി F&Bയും എന്റർടൈൻമെന്റ് കോൺട്രിബ്യൂഷനും ടോട്ടൽ റവന്യൂവിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു സ്റ്റേബിൾ ആൻഡ് നോൺ സൈക്ലിക്കൽ ഏർണിംഗ്സ് നൽകുന്നുണ്ടെന്ന് രേഖപ്പെടുത്തുന്നു. ഫിനാൻഷ്യൽ ഇയർ 2021 മുതൽ 23 വരെ ASPHL ഗണ്യമായ ഒരു സാമ്പത്തിക പുരോഗതി പ്രകടമാക്കിയിട്ടുണ്ട്. മൊത്തം വരുമാനത്തിൽ 66% CAGRും എബിഡയിൽ 178% ശ്രദ്ധേയമായ കുതിപ്പുമാണ് ഹൈലൈറ്റ് ചെയ്തത്. 2023 സാമ്പത്തിക വർഷത്തിൽ 48.06 കോടി രൂപ അറ്റാദായം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കമ്പനി കാര്യങ്ങൾ ഒരു പോസിറ്റീവ് ടേണിലേക്ക് കൊണ്ടുവന്നു. 2022 സാമ്പത്തിക വർഷത്തിലെ 28.28 കോടി രൂപയും 2021 സാമ്പത്തിക വർഷത്തിലെ 75.88 കോടി രൂപയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നഷ്ടത്തിൽ നിന്ന് ഇത് ഗണ്യമായിട്ട് ഒരു പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതായിട്ടാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിലും പറയുന്നത്. പ്രധാനമായും COVID-19 ഒരു പ്രത്യാഘാതങ്ങളായിരുന്നു ആ ഒരു ഇടിവിന് കാരണമായിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഫിനാൻഷ്യൽ ഇയർ 2024 ആദ്യ പകുതിയിലെ പ്രകടന സൂചനകൾ നോക്കുകയാണെങ്കിൽ 2023 വർഷത്തിന് അനുസൃതം തന്നെയാണ്. ഹോട്ടലിന്റെ ശരാശരി താമസ നിരക്കിൽ ഗണ്യമായ വർധനവ് ഉണ്ടായതായിട്ടും കാണാം. 2021 സാമ്പത്തിക വർഷത്തിൽ 67.26% നിന്ന് 2023 91.77% അത് വന്നു. സെപ്റ്റംബർ 30 അവസാനിച്ച 6 മാസത്തെ കാലയളവിൽ 93.29% വർധനവും കാണിക്കുന്നുണ്ട്. ഫുഡ് ആൻഡ് ബിവറേജ് സെഗ്മെന്റിൽ ഗണ്യമായിട്ട് ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ റിസ്ക് ആൻഡ് ട്രെഡ്സ് അനലൈസ് ചെയ്യുവാണെങ്കിൽ കമ്പനിയുടെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം, അതായത് ഫിനാൻഷ്യൽ ഇയർ 2023 മാത്രം 75% അതിന്റെ ഉടമസ്ഥയിലുള്ള ഏറ്റവും മികച്ച 5 ഹോട്ടലുകളിൽ നിന്നായിട്ടാണ്. പാർക്ക് കൊൽക്കത്ത മാത്രം 21.75% ഒരു സംഭാവനയായിരുന്നു നൽകിയിരുന്നത്. ഈ പ്രധാന പ്രോപ്പർട്ടികളിൽ അവയുടെ ഏതെങ്കിലും ഒരു സ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എവിടെയെങ്കിലും സംഭവിച്ചാൽ അത് ബിസിനസിന്റെ ഒരു ഓവറോൾ പെർഫോമൻസിനെയും പണമൊഴുക്കിനെയും സാമ്പത്തിക ആരോഗ്യത്തെയും എല്ലാം പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ഹോട്ടൽ റൂം ബുക്കിംഗിന്റെ പകുതിയോളം, അതായത് ഏകദേശം ഒരു 49% ഓൺലൈൻ ട്രാവൽ ഏജന്റുമാരിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നുമെല്ലാമാണ്. കമ്പനിയുടെ നേരിട്ടുള്ള ബുക്കിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ചാനലുകൾ വളരുന്നുണ്ടെങ്കിലും അവരുടെ കമ്മീഷനുകൾ ഉയർത്താനോ അല്ലെങ്കിൽ വലിയ കിഴിവുകൾ വാഗ്ദാനം ചെയ്യാനോ സമ്മർദ്ദം ഉണ്ടായേക്കാം. ഇതും കമ്പനിയുടെ ഒരു ലാഭവിഹിതം പ്രവർത്തനങ്ങൾ, മൊത്തത്തിലുള്ള ഒരു ബിസിനസ് എന്നിവയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. 2023 സെപ്റ്റംബർ 30 വരെ കമ്പനിക്ക് 597.09 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. ഈ കടം കൈകാര്യം ചെയ്യുന്നതിന് ഗണ്യമായിട്ട് ഒരു പണമൊഴുക്ക് ആവശ്യമാണ്. സാമ്പത്തിക കരാറുകളും പലിശ നിരക്കുകളിൽ സാധ്യമായ മാറ്റങ്ങളും സംയോജിപ്പിച്ച് ഇത് കമ്പനിയുടെ ഒരു പ്രവർത്തന വഴക്കവും വളർച്ചാ അവസരങ്ങളും പരിമിതപ്പെടുത്തിയേക്കാം. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിൽ കമ്പനിയുടെ ലിക്വിഡിറ്റി അനുപാതം 1-ൽ താഴെയാണ്. ഇത് ഒരു ഹ്രസ്വകാല സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുന്നതിൽ സാധ്യമായ ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.
ഇത് അതിന്റെ ബിസിനസിനെയും പ്രവർത്തന ശേഷിയും പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. കഴിഞ്ഞ 3 വർഷങ്ങളിലും 2023 സെപ്റ്റംബർ 30 വരെയുള്ള 6 മാസങ്ങളിലും നിക്ഷേപം, ധനസഹായം എന്നീ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു നെഗറ്റീവ് പണമൊഴുക്കാണ് കമ്പനി കണ്ടത്. ഈ പ്രവണത നിലനിൽക്കുകയാണെങ്കിൽ അത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും സാമ്പത്തിക സുസ്ഥിരതയും ഒരു നെഗറ്റീവായിട്ട് തന്നെ, ഒരു പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കാം. നമ്മൾ ഫിനാൻഷ്യൽ സ്നാപ്ഷോട്ട് നോക്കുകയാണെങ്കിൽ റവന്യൂ 178 കോടിയായിരുന്നു ഫിനാൻഷ്യൽ ഇയർ 2021 രേഖപ്പെടുത്തിയത്. 2022 255 കോടിയും 2023 506 കോടിയും 2024 ഫിനാൻഷ്യൽ ഇയറിലെ Q2 വരെ 264 കോടിയുമായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവ് 75.8 കോടിയായിരുന്നു 2021 രേഖപ്പെടുത്തിയത്. എന്നാൽ 22.9 കോടിയായിട്ട് 2024 ഫിനാൻഷ്യൽ ഇയർ Q2 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിഡ നോക്കുകയാണെങ്കിൽ 2021 22.85, 2022 58.29, 2023 177.1, 2024 90.91 9 കോടിയുമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിലും 2021 75.88, 2022 അതൊരു നെഗറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് 28.2, 2023 48.06, 2024 22.95 രേഖപ്പെടുത്തിയത്. IPO ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ 920 കോടി രൂപയുടെ ഒരു ഇഷ്യൂവിൽ പ്രൊമോട്ടർ ഗ്രൂപ്പും നിലവിലുള്ള ഷെയർ ഹോൾഡർമാരും ചേർന്ന് 600 കോടി രൂപയുടെ ഒരു ഫ്രഷ് ഷെയർസ് വിൽപ്പനയും 320 കോടി രൂപയുടെ OFSുമാണ് ഉൾപ്പെടുന്നത്. IPO 2024 ഫെബ്രുവരി 5 ആരംഭിച്ച് 2024 ഫെബ്രുവരി 7 അവസാനിക്കും. ലിസ്റ്റിംഗ് ഡേറ്റ് ഫെബ്രുവരി 12 പ്രൈസ് ബാൻഡ് ഒരു ഷെയറിന് 147 മുതൽ 155 രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് 14,112 രൂപ. ഒരു ലോട്ട് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 ഷെയറുകളാണുള്ളത്. ചുരുക്കത്തില് ചോയ്സ് ബ്രോക്കിംഗ്, മാവാടി ഫിനാൻഷ്യൽ സർവീസസ്, സ്റ്റോക്സ് ബോസ് ബൈ BP ഇക്വിറ്റീസ്, മേത്ത ഇക്വിറ്റീസ്, സുശീൽ ഫിനാൻസ് എന്നീ ബ്രോക്കറേജ് ഫേംസിന്റെ എല്ലാം അനലൈസേഷനിൽ നിന്ന് ഒരു ഫൈനൽ വേർഡിക്റ്റ് ആയിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് സബ്സ്ക്രൈബ് എന്ന് തന്നെയാണ്. അതിന് കാരണമായി പറയുന്നത് കമ്പനി ഹോട്ടൽ വ്യവസായത്തിൽ ഒരു ശക്തമായ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് കമ്പനിക്ക്. കൂടാതെ ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്തിക്കൊണ്ട് കടം വീട്ടാൻ IPO ഫണ്ടുകൾ ഉപയോഗിക്കും. ഫിനാൻഷ്യൽ ഇയർ 2023 വരുമാനത്തെ അടിസ്ഥാനമാക്കി ഒരു 56x എന്നൊരു PE അനുപാതത്തിൽ IPO ന്യായമായ വിലയിലുള്ളതാണ്. കൂടാതെ 62 രൂപ എന്ന ഒരു മികച്ച ഗ്രേ മാർക്കറ്റ് പ്രീമിയവും ഈ ലിസ്റ്റിംഗിന് നിർദ്ദേശിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ദീർഘകാല നിക്ഷേപകർക്ക് ഇതൊരു നല്ല തിരഞ്ഞെടുപ്പാണെന്ന് അനലിസ്റ്റുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് മെയിൻ ബോർഡ് IPOയിൽ വരുന്നത് ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. 2006 ജൂലൈയിൽ ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായിട്ട് ആരംഭിച്ച് 2018 മാർച്ചിൽ ഒരു സ്മോൾ ഫിനാൻസ് കമ്പനിയായി മാറി, സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറിയ 2019 ജൂലൈയിൽ സ്കെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക് പദവിയും നേടി. MSME, അഫോർഡബിൾ ഹൗസിംഗ്, ടേം ലോൺസ്, 2 വീലർ, ഗോൾഡ് ലോൺ തുടങ്ങി വിവിധ വായ്പകൾ ബാങ്ക് നൽകുന്നു. കൂടാതെ അൺസെക്യൂർഡ് ലോൺ പ്രൊഡക്ട്സ് വ്യക്തികൾക്കും മൈക്രോ ബിസിനസ്സുകൾക്കും അഗ്രികൾച്ചർ പർപ്പസിനും മറ്റും നൽകി വരുന്നു. 2023 സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം AUMന്റെ ഡിപ്പോസിറ്റ് സൈസിന്റെ ടേംസിൽ ഇന്ത്യയിലെ 4ാമത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കാണിത്. ബാങ്ക് 2021 മാർച്ചിനും 2023 സെപ്റ്റംബറിനും ഇടയിൽ 174 നിന്ന് 278 ഔട്ട്ലെറ്റുകളുമായിട്ട് ഒരു അൺബാങ്കിങ് റൂറൽ ഏരിയയിലെല്ലാം സാന്നിധ്യം വിപുലീകരിച്ചിട്ടുണ്ട്. 2008 മുതൽ ഏകദേശം 12 ദശലക്ഷം ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു. 2023 സെപ്റ്റംബർ വരെ 4.9 ദശലക്ഷം സജീവ ഉപഭോക്താക്കളും ബാങ്കിനുണ്ട്. കമ്പനിയുടെ കീ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. സെപ്റ്റംബർ 2023 കണക്കനുസരിച്ച് 22 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് 771 ബാങ്കിംഗ് ഔട്ട്ലെറ്റുകൾ കമ്പനി നടത്തുന്നു. ഇതിൽ 278 ഔട്ട്ലെറ്റുകളും അൺബാങ്ക്ഡ് റൂറൽ ഏരിയാസിലാണ്. ബാങ്കിന്റെ ഈ വൈഡ് സ്പ്രെഡ് പ്രസൻസ് കോൺസെൻട്രേഷൻ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതായിട്ടും ഗ്രോസ് അഡ്വാൻസസ് 38.2% 3 സംസ്ഥാനങ്ങളിൽ നിന്നും വഹിക്കുന്നതായിട്ടും രേഖപ്പെടുത്തുന്നു. കമ്പനിയുടെ റീറ്റെയിൽ ഡിപ്പോസിറ്റിലും ഒരു ഗ്രോത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. റീറ്റെയിൽ ഡിപ്പോസിറ്റ് ബേസ് കെട്ടിപ്പടുക്കുന്നതിന് ബാങ്ക് വളരെയധികം ഒരു മുൻഗണന നൽകുന്നതായിട്ട് നമുക്ക് കാണാം. കാസ, റീറ്റെയിൽ ടേം ഡിപ്പോസിറ്റുകളുടെ വിഹിതത്തിൽ ആദ്യ 5 സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ലിസ്റ്റിൽ ജന സ്മോൾ ഫിനാൻസ് ബാങ്കും ഉൾപ്പെടുന്നു. ബാങ്കിന്റെ ഡൈവേഴ്സിഫൈഡ് റീറ്റെയിൽ ഡിപ്പോസിറ്റ് ഫണ്ട് കോസ്റ്റ് 2021 മാർച്ചിൽ 8.6% ആയിരുന്നത് 2023 സെപ്റ്റംബറിൽ 7.5% കുറയ്ക്കാനായിട്ട് ബാങ്കിന് പറ്റിയിട്ടുണ്ട്. സെക്യൂർഡ് ലോൺ ഡൈവേഴ്സിഫിക്കേഷന് ബാങ്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിട്ടും കാണാം.
ഗ്രോസ് സെക്യൂർഡ് അഡ്വാൻസസ് അനുപാതം വർദ്ധിച്ച് മാർച്ച് 2021 42.9 നിന്ന് സെപ്റ്റംബർ 2023 സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം 57.4% സെക്യൂർഡ് ലോണിന്റെ ഹയർ ഷെയർ ഡിഫോൾട്ട് ലോണിന്റെ റിസ്ക് കുറയ്ക്കുന്നതായിട്ടും കമ്പനി അവകാശപ്പെടുന്നു. റിസ്ക് ഫാക്ടേഴ്സിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ച് ഒരു റെഗുലേറ്ററി കംപ്ലയൻസ് റിസ്ക് ഉണ്ട്. ബാങ്കുകൾ റെഗുലേറ്ററി അതോറിറ്റികളുടെ അതായത് RBI, PFRDA, IRDA, നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ് എന്നിവയുടെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതിനാൽ അവരുടെ നിരീക്ഷണങ്ങൾ പാലിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ച ബാങ്കിന്റെ ബിസിനസ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ, ക്യാഷ് ഫ്ലോ എന്നിവയെ അതൊരു നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. SFB ലൈസൻസിംഗ് വെല്ലുവിളികളും ഒരു കാരണമാകാം. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ കർശനമായ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. SFB ലൈസൻസിംഗ് ഗൈഡ് ലൈൻസ് പാലിക്കാത്തതും RBI ഫൈനൽ അപ്രൂവൽ ലഭിക്കാതെ വരികയും ചെയ്താൽ കർശനമായ ഒരു റെഗുലേറ്ററി ആക്ഷൻസ് ഉണ്ടാകാം. അത് പെനാൽറ്റീസ്, അപ്രൂവൽ റിവോക്കേഷൻ തുടങ്ങി മറ്റു പല റെസ്ട്രിക്ഷൻസും ബാങ്കിനെ നയിച്ചേക്കാം. അത് ബാങ്കിന്റെ ബിസിനസിന്റെ ഒരു ഫിനാൻഷ്യൽ ഇതിലും ഓപ്പറേഷൻ രീതിയിലും എല്ലാം സാരമായിട്ട് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. ഇനി അസറ്റ് ക്വാളിറ്റി ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ബോറോവേഴ്സിന്റെ മുമ്പത്തെ നോൺ പെർഫോമിംഗ് അസറ്റ്സിന്റെ നിലവാരത്തിൽ പുതിയ വായ്പ നൽകുന്ന ബാങ്കിന്റെ രീതി ബാങ്കിന്റെ അസറ്റിന്റെ ഗുണനിലവാരം മോശമാകുന്നതിനും ക്രെഡിറ്റ് റിസ്ക് വർദ്ധിപ്പിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. പുതിയ വായ്പകൾ മുൻകാല NPAകൾ ഓഫ്സെറ്റ് ചെയ്യുന്ന ഈ സമീപനം മൊത്തത്തിലുള്ള ഒരു ലോൺ പോർട്ട്ഫോളിയോയുടെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നു. ഗ്രോത്ത് സ്ട്രാറ്റജീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഡിപ്പോസിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. 2018 മാർച്ചിൽ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് മാറിയതിനു ശേഷം ജന ബ്രാൻഡിന് നല്ലൊരു അക്സെപ്റ്റൻസ് ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്നുണ്ട്. ബാങ്ക് അതിവേഗ നിക്ഷേപ വളർച്ച കൈവരിക്കുന്നതായിട്ടും കാണാം. കറന്റ് അക്കൗണ്ട്സ്, സേവിങ്സ് അക്കൗണ്ട്സ്, റിക്കറിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ടേം ഡിപ്പോസിറ്റ്സ് എന്നിങ്ങനെ വിവിധ ഡെപ്പോസിറ്റ് പ്രൊഡക്റ്റുകളും വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ വിജയത്തിന് കാരണം. ഒരു കോംപ്രഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടും കമ്പനി പറയുന്നുണ്ട്. അതായത് ഉപഭോക്താക്കളുടെ വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ബാങ്ക് ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ് മാതൃക സ്വീകരിക്കുന്നതായിട്ട്. ഈ അപ്രോച്ച് മൾട്ടിപ്പിൾ ഫൈനാൻഷ്യൽ സർവീസസിനുള്ള കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് ഒരൊറ്റ സിംഗിൾ സോഴ്സിലൂടെ ലഭ്യമാക്കും. കൂടാതെ അവസരങ്ങൾ തിരിച്ചറിയുന്നതിനും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കാര്യക്ഷമമായി വിതരണം ചെയ്യുന്നതിനും കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും ബാങ്ക് ഒരു റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ഉൾപ്പെടെയുള്ള ഒരു ഓട്ടോമേഷൻ പ്രവർത്തനങ്ങൾ ബാക്ക് എൻഡ് ഓപ്പറേഷനുകളിലും പ്രയോഗിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് അനലൈസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഫിനാൻഷ്യൽ ഇയർ 2021 72 കോടിയായിരുന്നു. അത് ഫിനാൻഷ്യൽ ഇയർ 2024 ഒരു ഹാഫ് ഇയർ ഇതിലേക്ക് വരുമ്പോൾ 213 കോടിയായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഫിനാൻഷ്യൽ ഇയർ 2021 72.3 കോടിയും 2022 17.5 കോടിയും 2023 256 കോടിയും 2024 ഹാഫ് ഇയർ ഇതിൽ 213.2 കോടിയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമീപ വർഷങ്ങളിൽ ഇൻട്രസ്റ്റ് ഏർണിംഗ്സിലും മറ്റു വരുമാനത്തിലും ബാങ്ക് ശക്തമായ വളർച്ച കാണിക്കുന്നത് നമുക്ക് കാണാം. ഫിസിക്കൽ ഇയർ 2024 ഫസ്റ്റ് ഹാഫ് ഒരു പൊട്ടൻഷ്യൽ അപ്വേർഡ് ഗ്രോത്ത് ട്രെൻഡ് ആണ് വ്യക്തമാക്കുന്നത്. COVID-19 പാൻഡമിക് മൂലം 2022 സാമ്പത്തിക വർഷം ഒഴികെ ബാക്കി എല്ലാ വർഷങ്ങളിലും ഒരു മികച്ച റിസൾട്ട് ബാങ്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 19%, റിട്ടേൺ ഓൺ അസറ്റ്സ് 1.6%. അത് ഇപ്പോഴും നിലനിർത്തുന്നുമുണ്ട്. കമ്പനിയുടെ ഒരു PE റേഷ്യോ നോക്കിയാൽ PE റേഷ്യോ 7ഉം PB റേഷ്യോ 1.2 രേഖപ്പെടുത്തുന്നത്. IPO ഡീറ്റെയിൽസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 570 കോടി രൂപയുടേതാണ് പബ്ലിക് ഇഷ്യൂ. 2023 സെപ്റ്റംബർ 30 വരെയുള്ള 346.42 കോടി രൂപയുടെ ഒരു നെറ്റ് അസറ്റ് വാല്യൂവിന്റെ 1.2 മടങ്ങാണ് ഇഷ്യൂവിന്റെ വില. ഒരു ലോട്ടിൽ 36 ഷെയറുകളാണുള്ളത്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് 14,904 രൂപ, അതായത് ഒരു ഷെയറിന് 393 മുതൽ 414 രൂപ വരെ. സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് ഫെബ്രുവരി 7 മുതൽ 9 വരെ. നിലവിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 108 രൂപ മുതൽ 110 രൂപ വരെയുമാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് GMP ഏകദേശം ഒരു 27% പ്രീമിയം രേഖപ്പെടുത്തുന്നു. ചുരുക്കത്തില് ശക്തമായ സാമ്പത്തിക പ്രകടനത്തിന് സംഭാവന നൽകുന്ന കസ്റ്റമർ സെൻട്രിക് അപ്രോച്ചാണ് ബാങ്കിനുള്ളത്. അതൊരു നേഷൻ വൈഡ് പ്രസൻസും ബ്രാൻഡ് റിക്കഗ്നിഷനും ബാങ്കിന് നൽകി ഒരു സ്ട്രോങ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സഹായിക്കുന്നു. അതിനാൽ ദീർഘകാല നേട്ടങ്ങൾക്കായി ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണെന്ന് അനലിസ്റ്റുമാർ വിലയിരുത്തുന്നു. മെയിൻ ബോർഡിൽ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ള ഈ 2 കമ്പനികളാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്.